സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബീരാനെ, അതായത് നമ്മുടെ ശ്രുതിയുടെ മലേഷ്യക്കാരൻ ഇളയച്ചനെ കണ്ടുപിടിക്കുന്ന നമ്മുടെ സച്ചി കണ്ടുപിടിച്ച് എല്ലാവരും മുമ്പിൽ ഇട്ടുകൊടുക്കുന്ന വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് പറയുന്നത്. ഇത് തമിഴിൽ കഴിഞ്ഞു പോയ ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പം ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിക്കും രേവതിക്കും നല്ല സംശയമുണ്ട് കേട്ടോ, ഇതാരാണ് ഈ ഒരു മലേഷ്യക്കാരൻ ഇളയച്ചൻ, ഇതെന്തെങ്കിലും സത്യമുണ്ടോ, ഈ ഒരു ബീരൻ ഫ്രോഡാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ സച്ചിക്ക് നല്ല സംശയമുണ്ട്. അത് മാത്രമല്ല ശ്രുതിയാണെങ്കിൽ അവളുടെ അച്ഛൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് നല്ല ഡ്രാമയൊക്കെ ഇടയ്ക്ക് ഇറക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് സംശയം ഒന്നുകൂടെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സച്ചി രേവതിയോട് പറയാനുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട്, ശ്രുതി പറയുന്ന ഈ കാര്യമൊക്കെ സത്യമാണോ എന്ന്. ആദ്യം പറഞ്ഞു അച്ഛൻ ജയിലിലാണെന്ന്, പിന്നെ പറഞ്ഞു അവിടെ വെച്ച് കൊല്ലപ്പെട്ടെന്ന്. പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ന്യൂസോ വീഡിയോ ഫോട്ടോയോ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ. മലേഷ്യയിൽ ന്യൂസും കാര്യങ്ങളെല്ലാം ഞാൻ കുറെ നോക്കിയതാ, പക്ഷെങ്കിൽ ഒന്നും കാണാൻ സാധിച്ചില്ല. ജയിലിൽ വെച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അതൊരു വലിയ ന്യൂസ് ആവേണ്ടതല്ലേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അതാ എനിക്കും മനസ്സിലാവാത്തതെന്ന് രേവതി പറയാണ്. അങ്ങനെ നമ്മുടെ രേവതിക്ക് 2 ലക്ഷം രൂപയുടെ വലിയൊരു ഓർഡർ കിട്ടുക കേട്ടോ. കല്യാണത്തിന്റെ ഒരു മണ്ഡപം പൂ കൊണ്ട് അലങ്കരിക്കാനുള്ള ഒരു ഓർഡറാണ്. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ആ ഒരു ഓർഡർ ഏറ്റെടുക്കുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്കൊരു 1 ലക്ഷം രൂപ ലാഭം ലഭിക്കും കേട്ടോ. ഈ ഒരു സംഭവം അവളുടെ അമ്മയോടും അവളുടെ സുഹൃത്തുക്കളോടൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം കൂട്ടിയിട്ടാണ് അവൾ ആ ഒരു പ്രോഗ്രാമിന് തയ്യാറെടുക്കുന്നത്. സച്ചി ആണെങ്കിൽ കൂടി അവക്ക് നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം ചന്ദ്രയുടെ ഒരു സുഹൃത്ത് വിളിച്ച് ചന്ദ്രയോട് പറയുന്നുണ്ട്. എനിക്കറിയാവുന്ന സ്ഥലത്താണ് ഈ കല്യാണം, അവിടെ വെച്ച് ഞാനാണ് ഈ ഒരു ഓർഡർ ഏറ്റെടുത്തിരിക്കുന്നത്, ഞാൻ തന്നെയാ അവക്കിത് മറിച്ചു കൊടുത്തതും എന്ന് പറയുമ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അവക്ക് പിടിച്ചു കൊടുത്തത്? അതൊക്കെയുണ്ട് ചന്ദ്രേ, നിനക്കവളെ കണ്ടുവിടല്ലോ, അതുകൊണ്ട് നമുക്കൊരു പ്ലാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, എന്ത് പ്ലാൻ? അത് പിന്നെ 2 ലക്ഷം രൂപ, അതിന്റെ അവൾക്കൊരു ലാഭം കൂടെ കൂട്ടി 3 ലക്ഷം രൂപ മൊത്തം അവര് കൊടുക്കും. ആ പൈസ നമുക്കിങ്ങ് അടിച്ചു മാറ്റിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതവള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ അത് അടിച്ചു മാറ്റുന്നതെന്ന് ചോദിച്ചിട്ട് ചന്ദ്ര ദേഷ്യപ്പെട്ട് ഫോൺ കട്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കൂട്ടുകാരി അടുത്തുനിന്ന് അവളോട് പറയുന്നുണ്ട്, ഓ അമ്മായിമ്മയ്ക്കിപ്പം അവളോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു. അപ്പൊ ആ കൂട്ടുകാരി പറയുന്നുണ്ട്, അവളോടല്ല, അവളുടെ കാശിനോടാ സ്നേഹം, ആ കാശും അവരുടെ വീട്ടിലോട്ടല്ലേ പോകുന്നത്, അതല്ല ഇനി അത് നഷ്ടപ്പെട്ടാലേ അവരും കൂടെ ചിലപ്പം അവരുടെ വീടിന് ആദായം കൊണ്ട് പോകുന്നേ, അവർക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ രേവതി 2 ദിവസം കൊണ്ട് ഉറക്കമളച്ച് ആ ഒരു പന്തലൊക്കെ മൊത്തം സെറ്റ് ചെയ്യുന്നുണ്ട്. പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് രേവതി അതെല്ലാം അലങ്കരിക്കുന്നുമുണ്ട്. അങ്ങനെ അതിനെല്ലാം ആ ഒരു കല്യാണ സമയത്ത് ആ ഒരു കല്യാണത്തില് മറ്റ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ആ കല്യാണം നമ്മുടെ രേവതിയുടെ ഒരു കസിന്റെ കല്യാണം കൂടിയാണ്. ഈ മീരാൻ, അതായത് കസിൻ അല്ല കേട്ടോ, ഒരു സുഹൃത്തിന്റെ, അവളുടെ ഒരു സുഹൃത്തിന്റെ കല്യാണമാണ്. നമ്മുടെ ബീരാന്റെ പെങ്ങളുടെ മകനാണ് ചെറുക്കൻ. നമ്മുടെ രേവതിയുടെ കൂട്ടുകാരിയാണ്, അതുപോലെ തന്നെ മീരാന്റെ സഹോദരിയുടെ മകൻ കൂടിയാണ് പയ്യൻ. അങ്ങനെ ഈ ഒരു കല്യാണത്തിന് എന്തായാലും ബീരാൻ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പല സമയത്തും സച്ചിയും രേവതിയും ആ കല്യാണപ്പെണ്ണിന്റെ വീട്ടിൽ ചെന്നെങ്കിൽ പോലും ഈ ഒരു മാമനെ അവർക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോഴൊക്കെ അദ്ദേഹം ബിസിയാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പല സമയത്തും ഇവർ പരസ്പരം കാണാതെ അങ്ങ് മിസ്സായി പോകുന്നുണ്ട് കേട്ടോ. മറ്റൊരു പ്രധാന കാര്യം, രേവതി ഈ ഒരു ബ്യൂട്ടീഷ്യൻ പരിപാടി പിടിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രുതിക്കാണ്. അങ്ങനെ ശ്രുതി ആ കല്യാണ പെണ്ണിന് ബ്യൂട്ടീഷ്യൻ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രേവതി ആണെങ്കിലോ കല്യാണ മണ്ഡപം അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലെ ചന്ദ്രയും ബാക്കി എല്ലാവരും ആ കല്യാണത്തിന് സ്പെഷ്യൽ ക്ഷണമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് മീരനാണെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം തകൃതിയായിട്ട് നോക്കുന്നുണ്ട്. ഓടി നടന്ന് അയാളാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 3 മരുമക്കളും അവരുടെ ഭർത്താക്കന്മാരും അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. കൈ കഴുകാൻ പോയ സച്ചി വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ അങ്ങോട്ട് നോക്കിയേ, 3 മരുമക്കളും അമ്മയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അത് ശരിയാടാ, ഇങ്ങനൊന്നും വല്ലപ്പോഴൊക്കെ കാണാൻ സാധിക്കുള്ളൂ.
എന്തായാലും ചന്ദ്രയ്ക്ക് ഇപ്പൊ കുറച്ചൊക്കെ മാറ്റമൊക്കെ വരുന്നുണ്ട്. രേവതിയോട് പണ്ടത്തെ അത്ര ദേഷ്യമൊന്നുമില്ല. ആ ഞാനത് ശ്രദ്ധിക്കുന്നുവെച്ചാ രേവതിയുടെ മനസ്സിലെ നന്മയെ എന്റെ അമ്മ മനസ്സിലാക്കാൻ പോണതേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഈ ഒരു ആ ഒരു മീരനാണെങ്കിൽ അവളിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് പെണ്ണിന്റെ അതായത് ചെറുക്കന്റെ മാമനെ പരിചയപ്പെടുത്താന്നും പറഞ്ഞിട്ട് ആ ഒരു അതായത് ആ പെണ്ണിന്റെ അച്ഛന്റെ സുഹൃത്ത് വന്നിട്ട് നമ്മുടെ രവിയെ വിളിക്കുന്നുണ്ട്. പെണ്ണിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവിയുടെ ഫ്രണ്ട് കൂടിയാണ് കേട്ടോ. സോറി, പയ്യന്റെ അച്ഛൻ ആ സുഹൃത്താണ് രവിയുടെ. രവിയെ വന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അയാൾ ഓരോ ബിസിയായിട്ട് മാറി തിരിഞ്ഞു പോവാണ്. ഈ ഒരു കല്യാണ എപ്പിസോഡ് തന്നെ തമിഴിൽ ഏകദേശം 1 മാസം എടുത്താണ് കാണിച്ചിരിക്കുന്നത്. കാരണം ശ്രുതി മീരാനെ കാണാൻ പാടില്ല, രേവതി സച്ചി മീരാനെ കാണാൻ പാടില്ല, വീട്ടുകാരും കാണാൻ പാടില്ല. അങ്ങനെ എല്ലാവരും കാണാതെ ഒഴിവായി പോയി തന്നെ ഏകദേശം 1 മാസത്തോളം ആ എപ്പിസോഡ് വലിച്ചു നീട്ടുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ സച്ചി അടുക്കളയിലേക്ക് എന്തോ ആവശ്യത്തിന് വരുമ്പോഴാണ് അവിടെ നിന്ന് വിളമ്പുന്ന നമ്മുടെ വീരാനെ കാണുന്നത്. അപ്പോഴേക്കും അവിടെ നിന്ന് ആരോട് ചോദിക്കുന്നുണ്ട്, അല്ല അതാരാ? അതറിയില്ലേ, അതാണ് ബീരാനിക്ക, ഇറച്ചി കിട്ടുകാരൻ ബീരാനിക്ക. ബീരാനിക്കയോ? അതെ, ഇത് ഇറച്ചി കിട്ടുകാരൻ ബീരാനിക്ക, അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകന്റെ കല്യാണമല്ലേ ഇത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഈ സച്ചിക്ക് കാര്യമെല്ലാം മനസ്സിലാകുന്നുണ്ട്. സച്ചി അപ്പോൾ തന്നെ പോയി രവിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. രവിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇയാളെ കാണിച്ചു കൊടുക്കാണ്. രവി പോയിട്ട് ബീരാന്റെ പിറകെന്ന് വിളിക്കുകയാണ്. ബീരാനെന്ന് വിളിക്കുമ്പോഴേക്കും എന്താന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കുന്നത് രവിയുടെ മുഖത്തേക്കായിരിക്കും. അവൻ മനസ്സിലെടുക്കാണ്, ഈശ്വര, ഇതാ ശ്രുതിക്കൊച്ചിന്റെ അമ്മായച്ചനല്ലേ, അത് പിന്നെ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ? ഇല്ലല്ലോ, എനിക്ക് മനസ്സിലായില്ലല്ലോ. നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും, ഒരാളെ പേര് 7 പേരുടെ ലോകത്ത്, അതായിരിക്കും. സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരാളും മാറിപ്പോയിട്ടില്ല, നീ തന്നെയാ ഞങ്ങൾ ഉദ്ദേശിച്ച ആള്, നിനക്കിപ്പൊ കാര്യമൊക്കെ മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ദേ ബീരാനെ, നിന്റെ സഹോദരന്റെ മകന്റെ കല്യാണമാണ്, അത് അലമ്പാക്കണ്ടെങ്കിൽ സത്യം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അയ്യോ സാറേ, സത്യം ഞാൻ പറയാന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ചെയ്ത എല്ലാ കള്ളത്തരവും, അതായത് ഇവനെ ഇളയച്ചനാക്കി കള്ളത്തരം പറഞ്ഞ് കൊണ്ടുവന്നതാണെന്നും അച്ഛൻ മലേഷ്യയിലാണെന്ന് വെറുതെ പറഞ്ഞാണെന്നും അച്ഛൻ മരിച്ചുപോയെന്ന് പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും നമ്മുടെ മീരാനാണെങ്കിൽ അച്ഛനോടും സച്ചിയോടും വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെപ്പാടെ ഷോക്കായി നിൽക്കാണ് സച്ചിയും അച്ഛനും. ഇതേ സമയം രേവതിയുടെ ആ ഒരു ഡെക്കറേഷനൊക്കെ കണ്ട് എല്ലാവരും വളരെയധികം പുകഴ്ത്തുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് സച്ചി അയാളോട് പറയുന്നുണ്ട്, നേരെ വീട്ടിലേക്ക് വരണം, വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയണം എന്ന് പറയുന്നുണ്ട്. അത് അയാൾ ശരിവെക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ശ്രുതിയാണെങ്കിലോ കല്യാണ പെണ്ണിന്റെ ബ്യൂട്ടീഷ്യൻ ബ്രൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, കണ്ടില്ല അച്ഛാ, എന്ത് മാന്യമായിട്ടാ അവൾ എല്ലാവരുടെയും മുഖത്ത് പെയിന്റ് അടിക്കുന്നേ, നമ്മളെ എല്ലാരെയും ഇത്രയും കാലം മണ്ടനാക്കിയില്ലേ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളെ എന്ത് കാര്യമായിട്ടാ അവള് പറ്റിച്ചത്. നിന്റെ അമ്മയുടെ ദുരാഗ്രഹമാടാ ഇതിനെല്ലാത്തിനും കാരണം. ദുരാഗ്രഹം കാരണം കാശുകാരി വേണമെന്നായിരുന്നല്ലോ അമ്മയുടെ ആഗ്രഹം, അതുകൊണ്ടാ അവളിങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞ് കാശുള്ളതായിട്ട് അഭിനയിച്ചത് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം നിന്റെ അമ്മേനെ മനസ്സിലാക്കിക്കണം, ഇനി കള്ളത്തരം മൂടിവെച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിയുന്നുണ്ട്. രേവതിക്ക് അവരാ പണവും കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ലക്ഷം രൂപയും അവര് കൊടുക്കുന്നുണ്ട്. അത് സ്കൂട്ടിയിൽ വെച്ച് സന്തോഷത്തോടുകൂടി അവൾ പോവാണ് അവിടുന്ന്. ഈ സമയത്താണെങ്കിലോ ചന്ദ്രയുടെ ആ സുഹൃത്തെന്ന് പറഞ്ഞ ആ സ്ത്രീ ആണെങ്കില് റൗഡികളെ വിട്ട് അവളുടെ നിന്നും ആ കാശ് അടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ ഇവളെ തള്ളിവിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവളുടെ കൈമുട്ട് പോയി ഇരിക്കുന്നുണ്ട്. ഇവളവരെ പുറകെ പോയെങ്കിലും ആ കാശ് കിട്ടുന്നില്ല. അവള് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടുകൂടി സച്ചിയുടെ അടുത്തേക്ക് പോവാണ്. സച്ചിയോട് പോയി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സച്ചി ചോദിക്കാണ്, ആ വണ്ടി നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല സച്ചിയേട്ടാ, എനിക്ക് ഓർമ്മയില്ല, എന്നെ തള്ളി നിലത്തിട്ടാ അവർ അതും കൊണ്ട് പോയത്. എന്റെ സച്ചിയേട്ടാ, 2 ലക്ഷം രൂപ അത് നമുക്ക് കടം വരുമല്ലോ, 1 ലക്ഷം രൂപയെ എന്റെ ലാഭമുള്ളൂ, ബാക്കി പൈസ ഞാൻ എവിടെ നിന്നൊക്കെ പറഞ്ഞ് അവള് കരയാണ്. സച്ചി പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അതൊക്കെ ഉണ്ടാവുമെന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും ആകെപ്പാടെ സങ്കടത്തിലാണ്. എന്തായാലും ഈ കാശ് ഞാൻ തപ്പി നിനക്ക് തന്നിരിക്കുമെന്ന് സച്ചി പറയുന്നുണ്ട്. അവസാനം വീട്ടിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. രേവതി ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയും ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛൻ പറയുന്നുണ്ട്, അല്ല ചന്ദ്രേ, ശ്രുതി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാ. സ്പെഷ്യൽ ഗസ്റ്റോ? അതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക്
നമ്മുടെ ബീരാൻ കയറി വരുന്നുണ്ട് കേട്ടോ. കയറി വന്നപാടെ ശ്രുതി ഞെട്ടുകയാണ്. ഈശ്വര, ഇയാളെന്താ പറയാതെ തന്നത്? ഇളയച്ചാന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട് ശ്രുതി അരികിലേക്ക്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആഹാ ഇളയച്ചനെ, എനിക്ക് മലേഷ്യയിൽ പോകാനുള്ള ക്യാഷും കൊണ്ട് വന്നാണോ ഇളയച്ച? എനിക്കൊരു സ്വർണ്ണമാല കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, അതാണോ ഇളയച്ച എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവന് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും വന്നിട്ട് ശ്രുതി മോളെ എന്നോട് ക്ഷമിക്കണം, എല്ലാ സത്യങ്ങളും ഇവരെല്ലാം അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ശ്രുതി ആകെപ്പാടെ ഞെട്ട് നിൽക്കാണ്. ശ്രുതി ചോദിക്കാണ്, ഇളയച്ചൻ എന്തൊക്കെയാ പറയുന്നേ? മോളെ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്റെ സഹോദരിയുടെ മകന്റെ കല്യാണമായിരുന്നു ഇന്ന്. ആ കല്യാണത്തിൽ വെച്ച് സച്ചിയും നിന്റെ അമ്മാച്ചനും കൂടി എന്നെ പിടികൂടി. സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറയാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങളപ്പം ശ്രുതിയുടെ ഇളയച്ചനല്ലേ? അങ്ങനെ ശ്രുതി തന്റെ അടുത്തിലേക്ക് വന്നതും ഇളയച്ചനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞതും അച്ഛൻ മലേഷ്യയിലാണെന്ന് പറയാൻ പറഞ്ഞതും അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞതും എല്ലാം കള്ളമാണെന്നുള്ള കാര്യം അയാൾ പറയുന്നുണ്ട്. ശ്രുതിയോട് പറയാണ്, മോളെ എല്ലാ കാലവും നിലനിൽക്കില്ല. ഒരു ദിവസം കള്ളമെല്ലാം പൊട്ടിപ്പോകും, സത്യം പുറത്തു വരും. അതാ മോളെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ ആകെപ്പാടെ കരഞ്ഞു നിൽക്കാണ്. ബാക്കി എല്ലാവരും ഷോക്കായി നിൽക്കുന്നുണ്ട്. രേവതിയും ഹർഷയും അച്ഛനും സച്ചിൻ പിന്നെ അറിഞ്ഞല്ലോ. ശ്രുതിയാണെങ്കിലോ ഒന്നും പറയാൻ കേട്ടോ. ശ്രുതി വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കാണ്. തന്റെ ഭാര്യ തന്നെ പറ്റിച്ചല്ലോ അത് ഓർത്തിട്ട്. ചന്ദ്രയുടെ കാര്യം പിന്നെ പറയണോ? ചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കാണ്, ഇങ്ങാരി പറഞ്ഞാൽ സത്യമാണോടി? അതെ അമ്മേ, സത്യമാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിനെ പൂതിരെ തല്ലുന്നുണ്ട്. പേരും കള്ളിയും, നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? എന്തൊക്കെ ഇത്രയും കാലം പറഞ്ഞത്? അച്ഛൻ മലേഷ്യയിലാണ്, ജയിലിലാണ്, അച്ഛൻ മരിച്ചുപോയി, എന്തൊരു അഭിനയമായിരുന്നു നിന്റെ പരടി. ഇനി ഇതിൽ കൂടുതൽ കള്ളം വല്ലതും പറയാനുണ്ടോടും ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട്. ഈ സമയം അച്ഛൻ കർപ്പൂരം കച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി, നീ ഇതിലടിച്ച് സത്യം ചെയ്, ഇത്രയും കള്ളത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നു പറയുന്നുണ്ട്. ശ്രുതിയപ്പം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട് സ്വന്തം മകന്റെ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ആ കർപ്പൂരത്തിൽ അടിച്ച് സത്യം ചെയ്യാണ്, മറ്റൊരു കള്ളവും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇവളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാനാണോ ഭാവം? മര്യാദയ്ക്ക് ഇവളിവിടെ നിറക്കി വിടുന്ന് പറയുന്നുണ്ട്. അങ്ങനെ രവി പറയുന്നുണ്ട്, അവൾ എവിടെ പോവാനാ? ഇപ്പൊ എല്ലാം അറിഞ്ഞില്ല നീ? അവൾക്ക് അച്ഛനില്ല, അമ്മയുമില്ല, അവൾ അനാഥ പെൺകുട്ടിയാ. അവൾ ഇവിടെ തന്നെ ജീവിക്കട്ടെ, അല്ലാതെ അവൾ ഇവിടെ നിറക്കി വിടില്ലെന്ന് പറയുമ്പോഴേക്കും ഓഹോ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പോയേക്കാന്ന് പറയുന്നുണ്ട്. രവി ചോദിക്കാണ്, എന്താ ചന്ദ്ര ഇത്? അത് നിന്റെ മകന്റെ ഭാര്യയാണ്, അവൾക്ക് സമ്പത്തും കാശും ഒന്നുമില്ല, ശരിയാ, പക്ഷെങ്കിൽ അവളെ എങ്ങനെ ഇറക്കി വിടുന്നത് ശരിയാണോ? ചന്ദ്ര പറയുന്നുണ്ട്, അവൾക്ക് ഒന്നുമില്ലെങ്കിലും അവളെ കല്യാണത്തിന് മുമ്പ് ജീവിച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി ജീവിക്കട്ടെ, അത് മതി. എന്തായാലും ഞാനിവിടെ ഇവിടെ നിൽക്കില്ല, ഇവളുടെ അടുത്ത് ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവൾ ദേഷ്യപ്പെട്ട് ഭാമി അടുത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഇവിടുന്ന് പോവാണ്, സത്യമാണ്, ഞാനെല്ലാം തെറ്റ് ചെയ്തു, ഞാനെല്ലാം മറച്ചു വെച്ചു, ശ്രുതി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവളും അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അവളും അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.